Numbers from 1 to 50 are written on slips of paper and put it in a box without looking a slip to be drawn from it. അതായത് നമ്മൾ 1 മുതൽ 50 വരെയുള്ള സംഖ്യകളുടെ സ്ലിപ്പ് ഒരു ബോക്സിലിട്ടിട്ടുണ്ട്. നമ്മൾ നോക്കാതെ ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പോൾ 1 മുതൽ 50 വരെയുള്ള സംഖ്യകളാണ്. അപ്പം നമുക്ക് 4ൻ്റെ മൾട്ടിപ്പിൾസ് 40 വരെയാണെങ്കിൽ 10, പിന്നെ 44, 48 ഉണ്ട്, 2 കൂടെ ഉണ്ട്. അപ്പോൾ 12, 4ൻ്റെ മൾട്ടിപ്പിൾസ് 12 എണ്ണാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 12/12 ആകെ സംഖ്യകളുടെ എണ്ണം 50 ആണ്. നമ്മൾ ഷോർട്ടാക്കണം 6/25. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ probability of the multiple of 4 is equal to 6/25. Okay, next question. What is the probability that is a multiple of 6? അപ്പോൾ 6ൻ്റെ മൾട്ടിപ്പിൾസ് 6, 8, 48. അപ്പോൾ 6ൻ്റെ 8 മൾട്ടിപ്പിൾസാണ് ഉള്ളത് അല്ലേ. അപ്പോൾ 8/50 is equal to 4/25. Okay. Second question കഴിഞ്ഞു. Third question. What is the probability that is a multiple of 4 and 6? 4ൻ്റെ ആയിരിക്കണം, 6ൻ്റെ ആയിരിക്കണം. അത് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ 4ൻ്റെ ആ മൾട്ടിപ്പിൾസ് 4, 8, 4ഉം 8ഉം 6ൻ്റെ മൾട്ടിപ്പിൾ 4, 8, 12. 12 6ൻ്റെയാണ്, 8 4ൻ്റെയാണ്. 12 കഴിഞ്ഞാൽ അടുത്ത 4ൻ്റെ മൾട്ടിപ്പിൾ 16 ആണ്. 16 6ൻ്റെ മൾട്ടിപ്പിളില്ല. ദെൻ 16, 20. 24 is the multiple of 4 and 6, 24. Then 28 now, 28 കഴിഞ്ഞാൽ പിന്നെ 32 ആണ്, അല്ല 32 കഴിഞ്ഞാൽ 36. 36 is the multiple of 4 and 6. Then 36 കഴിഞ്ഞാൽ 40. 40 കഴിഞ്ഞാൽ 44ഉം അല്ല, 44 കഴിഞ്ഞിട്ട് 48. 48 is the multiple of 4 and 6, 48. അപ്പം ടോട്ടൽ എണ്ണം 4 എണ്ണാണുള്ളത്. 4 is equal to, ആൻസർ is equal to 4/50. 4/50നെ ഷോർട്ടാക്കുമ്പോൾ 2/25. ആൻസർ ഈസ് 2/25. ഓക്കെ. അടുത്തത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 cm ആൻഡ് മാർക്ക് എ പോയിൻറ്റ് 6 cm away ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഹൗ മെനി ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ ടു ദ സർക്കിൾ ഫ്രം ദിസ് പോയിൻറ്റ്? ഒരു എക്സ്റ്റേണൽ പോയിൻ്റ് എന്ന് ഒരു സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻസിൻ്റെ എണ്ണം 2 ആണ്. അത് നമുക്ക് ഈ ചിത്രം വരയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ 2.5 cm റേഡിയസുള്ള ഒരു സർക്കിൾ വരയ്ക്കണം നമ്മൾ. 2.5 cm റേഡിയസുള്ള ഒരു സർക്കിൾ വരച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6 cm എവേയിൽ നിന്ന് 6 cm എവേയിലേക്ക് ഒരു ലൈൻ വരച്ചു. 6 cm ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ഈ ലൈനിനെ ഇതിന് നമുക്ക് OP എന്ന് പേര് കൊടുക്കാം. ഈ ലൈനിനെ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് ഈ ലൈനിൻ്റെ സെൻറ്റർ എടുക്കാം. ഈ ലൈനിൻ്റെ സെൻറ്റർ എടുത്തു. ഈ സെൻറ്ററിൽ കോമ്പസ് വെച്ചിട്ട് ഓലേക്ക് പെൻസിലും വെച്ചിട്ട് ഇനി ഒരു സർക്കിളും കൂടി വരയ്ക്കുക. ഈ സർക്കിളിൽ നിന്ന് ഈ ചെറിയ സർക്കിൾ, വലിയ സർക്കിളിൽ നിന്ന് ചെറിയ സർക്കിളിലേക്ക് ടാൻജൻസ് വരയ്ക്കുക. ഇതാണ് നമ്മുടെ ടാൻജൻസ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ പോയിൻ്റിൽ നിന്ന് 2 ടാൻജൻസേ വരയ്ക്കാൻ പറ്റുള്ളൂ. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 2, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ സർക്കിൾ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ അരിത്തമാറ്റിക് സീക്വൻസ് 8, 14, 20. ഈസ് 25 എ ടേം ഓഫ് ദി സീക്വൻസ്? അപ്പോൾ 8, 6, 14 6ആണ് ഇവിടെ കോമൺ ഡിഫറൻസ്. 8, 6, 14, 14, 6, 20, 20ഉം 6ഉം 26ആണ്. അപ്പോൾ 25 ഒരു ടേം അല്ല. അപ്പം നോ എന്ന് എഴുതി വയ്ക്കാം നമുക്ക്. ചെക്ക് if 144 is a term of the sequence. 144 ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ 144 ആണോ എന്ന് നോക്കണമെങ്കിൽ നമുക്കിതിൻ്റെ പിന്നെ ആൾജിബ്ര എഴുതാം. ആൾജിബ്ര എന്താണ് ഫോർമുല? xn is equal to dn plus f minus d. xn is equal to dn plus f minus d. ഇവിടെ d എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് 6 ആണ്. ഫസ്റ്റ് ടേം 8 ആണ്. കോമൺ ഡിഫറൻസ് 6 ഈക്വൽ ടു 6n + 2. അപ്പോൾ ഇവിടെ ആൻസർ വരേണ്ടത് 144നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 144നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 144നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 6 12,
24 6 കറക്റ്റായിട്ട് പോകും. 6 4 24 അപ്പോൾ ഇവിടെ റിമൈൻഡർ 0 ആണ്. അപ്പോൾ റിമൈൻഡർ 2 കിട്ടണം. നമുക്ക് 6n + 2 ആണ് കിട്ടിയത്. 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ കിട്ടുന്ന സംഖ്യകളാണ് വരിക. അപ്പോൾ 144 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. നോ. Prove that there are no perfect square in this sequence. അപ്പം നമ്മൾ xn² എടുക്കുക. xn² ഈസ് ഈക്വൽ ടു 6n + 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. ഈസ് ഈക്വൽ ടു 36n² പ്ലസ് 6 2 12 24n പ്ലസ് 4. ഈ 36 എന്നും 24 എന്നും കോമൺ ആയിട്ട് നമുക്ക് 6നെ പുറത്തേക്ക് എടുക്കാം. 6 × 6n² പ്ലസ് 6 2 4 4n 4 പ്ലസ് 4. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 6n എന്നിൻ്റെ സ്ഥലത്ത് 6n² + 4 എന്നാണ്. ഇവിടെ റിമൈൻഡർ ഇവിടെ 4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ റിമൈൻഡർ ഇവിടെ 4 വരാൻ പാടില്ല, റിമൈൻഡർ ഇവിടെ 2 വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ ഒരിക്കലും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരില്ല എന്നാണ്. ഇങ്ങനെ ചെയ്താൽ മതി, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A23, B85, C47 are the coordinates, the vertices of a triangle ABC. P is the midpoint of AB and Q is the midpoint of BC. Find the coordinates of P and Q. അപ്പോൾ P ABയുടെ മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ മിഡ് പോയിൻ്റ് കാണാനുള്ള ഫോർമുല x1 + x2/2, y1 + y2/2. ഇതാണ് ഫോർമുല. അപ്പോൾ ആദ്യത്തേത് ഇവിടെ x1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയുടെ x1 2, ബിയുടെ x2 8 ആണ്. അപ്പോൾ 8 2 10 10/2, 3 5 8 8/2 ഈസ് ഈക്വൽ ടു ആൻസർ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 5,4. അപ്പോൾ പിയുടെ പോയിൻ്റാണത്. ഇനി അതേപോലെ ക്യൂ കാണുകയാണെങ്കിൽ ക്യൂയുടെ നമുക്ക് നോക്കാം. Q is the midpoint of BC. അപ്പോൾ BC എന്ന് പറഞ്ഞാൽ 8 + 4 12 12/2 6. അതേപോലെ 5 + 7 12 12/2 6. Q 6 6 കിട്ടിയത്. P 5 4. ഓക്കെ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ PQ. PQൻ്റെ ഡിസ്റ്റൻസ് PQ ഈസ് ഈക്വൽ ടു √(x1 - x2) ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ ആണ് ഫോർമുല. അപ്പോൾ 5 - 6 ഹോൾ സ്ക്വയർ 5 - 6 ഹോൾ സ്ക്വയർ പ്ലസ് 4 - 6 ഹോൾ സ്ക്വയർ 4 - 6 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 - 1² പ്ലസ് 4 - 6 - 2² ഈസ് ഈക്വൽ ടു 1 + 4 √5. ആൻസർ ഈസ് √5. 5 - 6 5 - 6 -1 4 - 6 -2 1ൻ്റെ സ്ക്വയർ 1 2ൻ്റെ സ്ക്വയർ 4 1 + 4 √5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 15 cm, എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 degree ഈസ് കട്ട് ഔട്ട് ആൻഡ് റോൾഡ് അപ്പ് ടു മേക്ക് എ കോൺ. അപ്പോൾ ഒരു സെക്ടറിന് 120 ഡിഗ്രിയാണ് ഇവിടെ സെക്ടർ. ഇന്നൊരു കോൺ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കോണൊന്ന് വൃത്തിയിൽ വരയ്ക്കാം. ഇതൊന്നുണ്ടാക്കുന്ന കോണാണ് ഇത്, ഈ കോണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ എന്നാണ് ചോദിച്ചത്. അപ്പോൾ സെക്ടറിൻ്റെ റേഡിയസ് 15 cm ആണ്. സെക്ടറിൻ്റെ റേഡിയസ് എത്രയാണോ അത് തന്നെയാണ് കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ്. അതൊന്നും ചെയ്യാനുള്ള ആൻസർ ഈസ് ഈക്വൽ ടു 15 cm എന്ന് വെറുതെ ഞങ്ങൾ എഴുതിയ മാർക്ക് കിട്ടി. വാട്ട് ഈസ് ദ ബേസ് റേഡിയസ് ഓഫ് ദ കോൺ? ബേസ് റേഡിയസ് ഓഫ് ദ കോൺ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. x/360 ഈസ് ഈക്വൽ ടു r/l. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 120 ആണ്. 120/360 ഈസ് ഈക്വൽ ടു r റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. l 15. അപ്പോൾ ഈ 0 0 ക്യാൻസൽ ചെയ്തു. 12 36 3 പ്രാവശ്യം 3 × ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 3 × r ഈസ് ഈക്വൽ ടു 3r. 3r ഈസ് ഈക്വൽ ടു 15. r ഈസ് ഈക്വൽ ടു 15/3 ഈസ് ഈക്വൽ ടു 5 cm കിട്ടി. റേഡിയസ് 5 cm കിട്ടി. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ദ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ. സി ക്വസ്റ്റ്യൻ്റെ ആൻസർ. കാൽക്കുലേറ്റ് ദ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ ഈസ് ഈക്വൽ ടു CSA ഈസ് ഈക്വൽ ടു
പൈ ആർ എൽ ഫോർമുലകളൊക്കെ അറിഞ്ഞിരിക്കണം. ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു റേഡിയസ് 5 ആണ്. എൽ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൽ ഈസ് ഈക്വൽ ടു 15 ആണ്. 15 ഇൻറ്റു 5 25 ബാലൻസ് 2 75 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആർക്കെങ്കിലും ഓൺലൈൻ ലൈവ് ട്യൂഷൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് 8921630134. ഓക്കെ.